എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഗ്രാമർ ആൻഡ് യൂസേജിലെ വേർബ്സ് ആൻഡ് ഫംഗ്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ മാക്സിമം കാണാൻ ശ്രമിക്കുക. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. ഫസ്റ്റ്, എന്താണ് ഒരു പാർട്ടിസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. Form of a verb which use has an adjective or a verb in a conjunction with an auxiliary verb. ഈ ഒരു ഡെഫിനേഷൻ കേട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട. മോസ്റ്റ് കോമൺലി ING ഫോംസോ അല്ലെങ്കിൽ ED ഫോംസ് ഒരു വേർബിൽ വരില്ലേ, അതിനാണ് ഈ ഒരു പാർട്ടിസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. അതായത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അതിലൊരു ഓക്സിലറി വേർബായിട്ടോ കൺജങ്ഷനിൽ വരുന്ന ഒരു വേർബായിട്ടോ യൂസ് ചെയ്യുന്ന ഒരു വേർബാണ് ഈ ഒരു പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി ING ഫോംസോ അല്ലെങ്കിൽ ED ഫോംസോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിസിപ്പിൾ 3 kinds ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 types ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, സെക്കൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് തേർഡ് വൺ ഈസ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇത് നിങ്ങൾ അധികം ടെൻഷൻ ആവുമെന്ന് വേണ്ട, നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോട് കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ 3 kinds ഓഫ് പാർട്ടിസിപ്പിൾസ് നോക്കാം. പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ ആ ഒരു ഫോമായിട്ട് നമ്മൾ തൊട്ട് വീഡിയോയിൽ പറഞ്ഞില്ലേ ജെറുണ്ട്, ആ ഒരു ജെറുണ്ടിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനും വരുന്നത് കേട്ടോ. ഇവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ജെറുണ്ടിൻ്റെ അതേ ഫോം സ്ട്രക്ചർ തന്നെയാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനും വരണത് അല്ലേ. അപ്പം നിങ്ങൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഒന്ന് ING ഫോം ആയിട്ടാണ് വരണത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് ഇപ്പോൾ ജെറുണ്ടും ഈ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇരിക്കും. ഇപ്പോൾ റീഡിങ്, റൈറ്റിംഗ്, ഡാൻസിങ് ഇതൊക്കെ ജെറുഡിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ജെറുണ്ടായിരിക്കും, അതല്ലെങ്കിൽ അതൊരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കാണാം കേട്ടോ. നമ്മൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നോട്ട്സും എക്സാമ്പിൾസ് വിധം കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റി ഉണ്ടാവും. പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കേട്ടോ. പിന്നെ കുറച്ച് നോട്ട്സ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഏകദേശം ജെറുഡിൻ്റെ പോലെയാണ്. അതിൽ ING ഫോമാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഡാൻസിങ്, റൈറ്റിംഗ് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അതായത് ഓരോ സ്ട്രക്ചർ, ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ നൗണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജെറുണ്ടായിട്ട് വരുന്നത്. അതല്ലാതെ യൂസ് ചെയ്യുമ്പോഴാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ജെറുണ്ട് നൗണായിട്ടാണ് ആക്ട് ചെയ്യുക. അതേപോലെ തന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അഡ്വേർബായിട്ടൊക്കെയാണ് ആക്ട് ചെയ്യുക. ING ഫോമാണ് രണ്ടിനും, പക്ഷെ അതിൻ്റെ യൂസേജ് ഡിഫറെൻ്റ് ആണ്. നൗണായിട്ട് വരുമ്പോൾ മാത്രമാണ് അത് ജെറുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മറക്കരുത്. നിങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾ ഓരോ ടോപ്പിക്ക് എഴുതിയിട്ട് നിങ്ങളൊന്ന് ഡെഫിനിഷനും എക്സാമ്പിൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമർ എക്സാം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നല്ല കഷ്ടപ്പാടായിരിക്കും കേട്ടോ ഗ്രാമർ പഠിക്കുക. പിന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെ ബുക്ക് എടുത്ത് നോക്കി ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, പിന്നെ പഠിക്കുമ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു പോകാട്ടോ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചാൽ ഒന്നും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ആദ്യം വേർബ്സ് അഡ്വേർബ്സ് മുതൽ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമ്മളെല്ലാതും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ യൂസസ് ആണ് കേട്ടോ. ടു റെപ്രസെൻറ്റ് ആൻ ആക്ഷൻ ഗോയിങ് ഓൺ ഓർ ഇൻകംപ്ലീറ്റ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. ക്ലിയർ ആയില്ലേ? അത് ഇതിൻ്റെ ഒരു യൂസാണ്, ഒന്ന് എഴുതി വെക്കുക. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. I see a bear running across the garden. ഞാനൊരു മാനിനെ കണ്ടു. ആ മാൻ എന്താണ്? ഗാർഡൻ്റെ അക്രോസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു മാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഒരു മാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ്.
ആ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ, അത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആക്ഷനാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുക. യൂസ് നമ്പർ 1 കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞു, ഐ സി എ ഡിയർ റണ്ണിങ് അക്രോസ് ദ ഗാർഡൻ. അപ്പോൾ ആ ഒരു ഡിയർ, ആ ഒരു മാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ടു റെപ്രസെന്റ് ആൻ ആക്ഷൻ ഗോയിങ് ഓൺ ആൻഡ് ഇൻകംപ്ലീറ്റ്. നമ്മൾ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് യൂസ് നോക്കാം. When one action is performed simultaneously with another action, the present participle is used to express one of them. ഇപ്പോൾ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ആക്ഷൻ കൂടി ഒപ്പം നടക്കുന്നുണ്ട്. അതിലൊരു ആക്ഷന് വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷി റൈഡ് ദ ബൈസിക്കിൾ ഹമ്മിങ് എ സോങ്. അപ്പോൾ ഇവിടെ 2 ആക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ബൈസിക്കിളും ഒന്ന് ഹമ്മിങ് ദ സോങ്. അവൾ പാട്ട് പാടിക്കൊണ്ട് സൈക്കിൾ ചവിട്ടാണ് അല്ലേ. അപ്പോൾ 2 ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. എക്സാമ്പിളാണ് ഷീ റൈഡ് ബൈസിക്കിൾ ഹമ്മിങ് എ സോങ്. അപ്പോൾ ഇവിടെ ഹമ്മിങ്, സോങ് ഹമ്മി ചെയ്യുന്നില്ലേ. അപ്പോൾ 2 ആക്ഷനിൽ പറയുന്നുണ്ട് ബൈസിക്കിളും ഹമ്മിങ്ങും, റൈഡിങ് ദ ബൈസിക്കിളും ഹമ്മിങ്ങും. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാമ്പിളായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത യൂസ് നോക്കാം. ഫങ്ഷൻ ആസ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇതൊരു അഡ്ജക്റ്റീവായിട്ടും വരുന്നുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിളിൽ ഒരു അഡ്ജക്റ്റീവായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വാസ് എ ഇൻട്രസ്റ്റിംഗ് മൂവി. ആ ഒരു മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ മൂവിനെ ഇവിടെ ക്വാളിഫൈ ചെയ്യണം അല്ലേ. മൂവിയുടെ ഒരു അഡ്ജക്റ്റീവ് ഒക്കെയാണ് ഇൻട്രസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു ഫോം ഓഫ് വേർബാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഫോം ഓഫ് ദ വേർബ് നീഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ പെർഫെക്റ്റ് ടെൻസ് ആസ് വെൽ ആസ് ദ പാസീവ് വോയ്സ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇതൊരു അഡ്ജക്റ്റീവായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു ഇതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഏതൊക്കെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. നമ്മൾ പാർട്ടിസിപ്പിളിൻ്റെ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മുന്നൊരു കാര്യം പറഞ്ഞില്ലേ, അതായത് ING ED ഒക്കെ വെച്ച് അവസാനിക്കുന്നതാണ് പാർട്ടിസിപ്പിൾ എന്ന്. ഇവിടെ ING ഒക്കെ വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ അത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളും, നേരെ മറിച്ച് ED, D, T അതുപോലെ EN എന്നൊക്കെ വെച്ചിട്ട് അവസാനിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. അപ്പോൾ അത് 2 തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് പാർട്ടിസിപ്പിളിലെ കൂടുതലായിട്ടും എൻഡ് ചെയ്യാത്ത കാര്യങ്ങളാണ്, ആക്ഷനാണ് കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഡിയർ ഈസ് റണ്ണിങ് അക്രോസ് ദ ഗാർഡൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനാണ് അല്ലേ. ഇനി പാസ്റ്റിലേക്ക് വരുമ്പോൾ, പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് വരുമ്പോൾ നടന്ന് കഴിഞ്ഞ ഒരു ആക്ഷനായിട്ട് മാറും അത്. ഇപ്പോൾ നമുക്ക് പറയാം ഫോർഗോട്ടൻ. ഓക്കെ, ഫോർഗോട്ടൻ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞൊരു കാര്യമാണ്. ഫോർഗോട്ടൻ അല്ല, എന്നാണ് ലാസ്റ്റ് വന്നത്, അപ്പോൾ അത് കഴിഞ്ഞൊരു ഇതാണ്. അപ്പോൾ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണ് വരിക. നിങ്ങൾക്ക് ക്ലിയർ ആവണില്ലേ ഇത്? ഇനി എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ അത് പ്രസൻറ്റ് പാർട്ടിക്കിളിലും, നടന്നു കഴിഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളിലും. ഇപ്പോൾ പ്രസൻറ്റിൽ വരെ ING ഒക്കെ വെച്ചിട്ടാണ് വരിക, പാസ്റ്റിൽ വരുന്നത് ED, D, T ഇതൊക്കെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ വരിക. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഹി ഹാസ് ഫോർഗോട്ടൺ ടു ബ്രിങ് ദ ബുക്ക്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയട്ടെ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയുമ്പോൾ ഹി ഹാസ് ഫോർഗോട്ടൺ എന്ന് വരും. ഇനി അത് നേരെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ ഹാസ് എന്നുള്ളത് ഹാഡ് എന്നാവും. ഹി ഹാഡ് ഫോർഗോട്ടൺ ടു ബ്രിങ് ദ ബുക്ക്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ എന്താ പറഞ്ഞാൽ ഹി ഹാസ് ഫോർഗോട്ടൺ ടു ബ്രിങ് ദ ബുക്ക് എന്നുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റിലാവുമ്പോൾ ഹി ഹാഡ് ഫോർഗോട്ടൺ ടു ബ്രിങ് ദ ബുക്ക് ആവും. അപ്പോൾ ഹാസ് എന്നുള്ളത് ഹാഡ് ഫോർഗോട്ടൺ ആവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് പ്രസൻറ്റും പാസ്റ്റും കൂടിയിട്ട്. ഇങ്ങനെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ their house was built last year. ഇവിടെ ബിൽറ്റ് എന്നുള്ളത് T വെച്ചിട്ടുള്ള അവസാനിക്കണം. അപ്പോൾ അത് പാസീവ് കൺസ്ട്രക്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ ദ സ്നേക്ക് വാസ് കിൽഡ് ബൈ ദ ബോയ്സ്. ഇവിടെ കിൽഡ് ED വെച്ചിട്ടുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിട്ടാണ് പാസീവ് വോയിസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് പാസീവ് വോയിസ് ആയിട്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്ജക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ. നമ്മളിത് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ദിസ് ഷോറൂം ഡിസ്പ്ലേ യൂസ് കാർ. യൂസ് ചെയ്ത കാറുകളാണ് ഈ ഒരു ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ കാർസിന്റെ അഡ്ജക്റ്റീവാണ് ഇവിടെ യൂസ് എന്നുള്ളത്. ഇടി വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് ഇവിടെ അഡ്ജക്റ്റീവായിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ വാഷ്ഡ് ക്ലോത്ത്സ് ആർ കെപ്റ്റ് ദർ.
നമ്മൾ കഴുകി കഴിഞ്ഞ തുണികൾ അവിടെയാണ് വെക്കുക. ഇവിടെ ക്ലോത്ത്സിന്റെ അഡ്ജക്റ്റീവ് ആണ് വാഷ്ഡ് എന്നുള്ളത്. ED ഫോം ആണ്. സോ അതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. സോ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് പെർഫെക്റ്റ് ടെൻസ്, ഫോർമേഷൻ ഓഫ് പാസീവ് വോയിസും ആൻഡ് യൂസ്ഡ് ആസ് എ അഡ്ജക്റ്റീവ്. ഇപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് സം ടൈംസ് ഇൻ ദ പാസ്റ്റ്. അതായത് മുന്നെപ്പോഴോ കഴിഞ്ഞ ഒരു ആക്ഷൻ, അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിനെ പറയുന്നത്. ഇത് കംപ്ലീറ്റഡ് ആണ്, പക്ഷേ പാസ്റ്റിലെ മുന്നെപ്പോഴോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഹാവിങ് സാങ് ദ സോങ് ഷി വെന്റ് അവേ. അതായത് അവൾ പാട്ട് പാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അതായത് അവൾ മുന്നെപ്പോഴോ പാടിയതാണ്, അത് കഴിഞ്ഞിട്ട് അവൾ പോയിരുന്നു. ING ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാവിങ് സാങ് ദ സോങ് എന്നുള്ളത് മുന്നെപ്പോഴോ നടന്നിട്ടുള്ളൊരു കാര്യമാണ്, നടന്നിട്ടുള്ളൊരു ആക്ഷനാണ്. അങ്ങനെയുള്ള ടൈമിലാണ് നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. നോട്ട് ഹാവിങ് റീച്ച് ഇൻ ടൈം ഹി കുഡ് നോട്ട് ഗെറ്റ് ദ ബസ്. മുന്നേ അവൻ ലേറ്റായിട്ട് വന്ന കാരണം അവന് ബസ് കിട്ടിയിരുന്നില്ല. ഹാവിങ് റീച്ച്ഡ്. ഓക്കെ, ING ഫോം തന്നെയാണ് ഇവിടെയും വരിക പെർഫെക്റ്റ് പാർട്ടിസിപ്പിള്, പക്ഷേ അത് മുന്നെപ്പോഴോ കഴിഞ്ഞിട്ടുള്ള ആക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഈ ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിന് ആക്റ്റീവ് കൺസ്ട്രക്ഷനിലും വരുന്നുണ്ട്, അതേപോലെ പാസീവ് കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. നമ്മളൊപ്പം ടെക്സ്റ്റ് നിവർത്തി വയ്ക്കുക. ദ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആക്റ്റീവ് ഫോമിൽ വരുന്നത് എങ്ങനെയാണ്? ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ, having seen it was raining she decided to stay home. having seen it was raining she decided to stay home. അപ്പോൾ having seen എന്നുള്ളത് നമ്മുടെ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ആണ്, അതേപോലെ തന്നെ ഒപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിളും. നെക്സ്റ്റ് ദ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പെർസീവ് കൺസ്ട്രക്ഷനിൽ വരുന്നത് ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ, ഹാവിങ് ബീൻ ഗിവൺ എ ബൈക്ക് he decided to explore the area. ഇവിടെ രണ്ടിലും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹാവിങ്ങും ഉണ്ട്. പക്ഷേ പാസീവ് കൺസ്ട്രക്ഷനിൽ വരുമ്പോൾ പെർഫെക്റ്റ് പാർട്ടിക്കിൾ പാസീവ് കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ബീൻ ഇടയിൽ ചേർക്കുക. അതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ആക്റ്റീവ് ഫോമിലാണെങ്കിൽ ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൊടുക്കുക. ഇനി നേരെ മറിച്ച് പാസീവ് കൺസ്ട്രക്ഷനിലാണെങ്കിൽ ഇടയിലൊരു ബീൻ ചേർക്കുക. ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആക്റ്റീവിലെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്, പാസീവിൽ ഒബ്ജക്റ്റാണ് ഇമ്പോർട്ടൻസ്. ആക്റ്റീവിലെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്, പാസീവിലെ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ യൂസസ് ആണ് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഐ ആം സ്റ്റഡിങ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിലാകുമ്പോൾ ഐ വാസ് സ്റ്റഡിങ് ആവും. ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഐ വിൽ ബി സ്റ്റഡിങ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിസിപ്പിൾ ഇതൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ആസ് എ അഡ്ജക്റ്റീവ്, റിമൂവ് ഓൾ ദ ബ്രോക്കൺ ഗ്ലാസ്. ഇവിടെ ഇതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സോ ഇവിടെ ഒരു അഡ്ജക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പിളിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്? ഹാസ് പാർട്ട് ഓഫ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റിൻ്റെ പാർട്ടായിട്ട്. പ്രെഡിക്കേറ്റിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സാമ്പിൾ നോക്കാം. ദ ഡ്രാമ വാസ് മൂവിങ്. ഇവിടെ മൂവിങ് എന്നുള്ളത് പാർട്ടിസിപ്പിൾ ആണ്. സോ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമായിട്ട്, ഒരു എൻഡിങ് ഭാഗമായിട്ട് നമുക്ക് പാർട്ടിസിപ്പിളിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആസ് എ അഡ്വേർബ് മോഡിഫൈങ് ദ അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ, ഷീ ഈസ് ഡ്രോപ്പിംഗ് വാറ്റ്. ഇറ്റ് വാസ് ഫ്രീസിങ് കോൾഡ്. ഇവിടെ ഡ്രോപ്പിംഗ്, ഫ്രീസിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്വേർബായിട്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊരു ഗ്രാമർ പഠിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കും എടുത്തിട്ട് അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക. അങ്ങനെ എല്ലാ ടോപ്പിക്കും നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ടോപ്പിക്കും ഡെഫിനേഷനും എക്സാമ്പിളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നാണ് ഒരു വിശ്വാസം. നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഉടനെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കൂടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എങ്കിലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.